ഉണ്ടാക്കിയ പടക്കം പൊട്ടുപോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തായിരിക്കും. സന്മനസ്സുണ്ട് നീ എനിക്കൊരു ചായ താടി. അതിന് നേരം കാലൊന്നും വേണ്ടേ? എന്ത് ചായ കുടിക്കാനോ? അല്ല, ഞാൻ പടക്കം പിടിക്കുന്ന കാര്യം പറഞ്ഞു. അത് എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ? എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്കിട്ട് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷാവുമല്ലോ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി ഒരു കൊടിയുടെ മേടിച്ചെടുക്കണ ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. ഈ സൈഡ് രണ്ടും ഓക്കെ, ആ സൈഡായിരിക്കും. ഈ സൈഡും രണ്ടും ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാബ്? ആകാശത്ത് വന്നോ? എനിക്ക് കാശിനോളം വെള്ളത്തിൽ പോയ കാശ് വെള്ളത്തിൽ പോയാ? ലവനാണ് വെള്ളത്തിൽ ചാടി തത്തെന്ന് പറഞ്ഞത്. ആ കരക്ക് നിൽക്കുന്നവനാ. പിന്നെ സാബ് എന്തിനാ എന്റെ വെള്ളത്തിൽ ചാടി? അങ്ങനെ താഴ്ന്ന് കുളിക്കട്ടെ എന്ന് കരുതി. ആ മിസ്റ്റർ ധരം, സ്ഥലം എവിടെയാണ്? തല ഇവിടെ. എനിക്ക് ഇയാളെ മാറ്റിയെടുത്ത് കുളിപ്പിച്ചു വിടറോ. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ട്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. കാരണം ആശുപത്രിയിൽ ഒന്നും കാണിക്കായിരുന്നില്ലേ? ഒരേ ഒരു ഉറപ്പിന്മേൽ മുതലാളി ഇത് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഹരികൃഷ്ണൻ ആരാ? ഹരീഷൻ തന്നെ. എന്റെ 2 ലക്ഷം സാർ. അത് ഞാൻ തരും. അപ്പൊ എന്റെ 1 ലക്ഷം അത് ഞാൻ തരും. നിനക്ക് കിട്ടാറില്ല. കിട്ടിയാ കൊള്ളായിരുന്നു. നിനക്ക് ഞാൻ തരാം.